നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനെ പറ്റിയാണ്, അല്ലെങ്കിൽ മാഗ്ന ഫ്ലക്സ് ഇൻസ്പെക്ഷൻ. നിങ്ങൾ ചുമ്മാതെങ്കിലും ഒരു മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ആ മാഗ്നറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിന് രണ്ട് പോൾസ് ഉണ്ട്, അതായത് നോർത്ത് സൗത്ത്. നിങ്ങളത് രണ്ട് മാഗ്നറ്റിനെ രണ്ട് സൈഡിൽ നിന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അത് അട്രാക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഒരേ പോൾസ് വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യും. ഓക്കെ, അപ്പം ഈ ഒരു സിമ്പിൾ ലോജിക്ക് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ, അതായത് ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഫെറോ മാഗ്നറ്റിക് കമ്പോണൻസിനാണ് ഉപയോഗിക്കുക. അതായത് വെൽഡിങ് ചെയ്യുന്നിടത്ത്, കാസ്റ്റിംഗ് ചെയ്യുന്നിടത്ത്, ഫോർജിങ് ചെയ്യുന്നിടത്ത്, അയൺഡി സ്റ്റീലിൻ്റെയൊക്കെ ഫോർജിങ് നടത്തുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മുടെ ഈ ഫെറോ മാഗ്നറ്റിക് ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നത്, വൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കമ്പോണൻറ്റ് ടു ബി ഇൻസ്പെക്റ്റഡ് ഫോർ ഫ്ലോസിസ് മാഗ്നറ്റൈസ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പോണൻറ്റ് നമ്മൾ ആദ്യം നമ്മൾ മാഗ്നറ്റൈസ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിംഗ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതൊരു ഡ്രൈ മെത്തേഡും ഉണ്ട്, ഇതിനകത്ത് വെറ്റ് മെത്തേഡും ഉണ്ട്. ഡ്രൈ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അതായത് നമ്മൾ വേറെ ഒന്നുമില്ല, ആദ്യം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം മാഗ്നറ്റിക് പാർട്ടിക്കിൾ ടെസ്റ്റിംഗ് എങ്ങനെയാണ്, ഇൻസ്പെക്ഷൻ എങ്ങനെയാണ് നടത്തുന്നതെന്ന്. അതായത് നമ്മുടെ ഇതിനകത്ത് ഫിഗർ ഉണ്ടാവും. ഓക്കെ, ഇതിപ്പം നിങ്ങൾ നോക്കിക്കോ. അപ്പം ഓക്കെ, ഈ ഒരു ഫിഗർ, അപ്പം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോൾസ് നിങ്ങൾ കണ്ടില്ലേ, നോർത്തും സൗത്തും. അപ്പം ഇതിന് നമ്മൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക്കിന് ഒരു മാഗ്നറ്റിക്ക് ഒരു ഇത് കൊടുക്കുന്ന സമയത്ത് അതിപ്പോൾ ഏത് ഫോമിലൂടെ കൊടുക്കാം. ഒന്നുകിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങൾ കണ്ടില്ലായിരുന്നു ഡെവലപ്പ് ആയത്. അപ്പം അതിൻ്റെ ഇടയിൽ ക്രാക്സ് വരുന്നുണ്ട് എങ്കിൽ ആ ഒരു സ്ഥലത്തുള്ള ഫീൽഡുകൾക്ക് ഒരു വ്യതിയാനം ഉണ്ടാവും. കറക്റ്റ് ഈ ഒരു രീതിക്ക് അത് വരാതെ ആ ഒരു ലൈൻ കണ്ടോ, ആ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു രീതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട്. അപ്പോൾ അതിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകും കൂടെ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഡ്രൈ ആയിട്ടുള്ള, അതായത് പൗഡർ ഫോമിലുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് എന്തെങ്കിലും അവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതവിടെ ഒട്ടിപ്പിടിക്കും. അതാണ് ഡ്രൈ എന്ന് പറയുന്നത്. ഇനി വെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഈ മാഗ്നറ്റിക് പാർട്ടിക്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലിക്വിഡ് ഫോമിലായിരിക്കും. ഏതെങ്കിലും ഒരു ലിക്വിഡ് അതിനകത്ത് അത് മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ കൂടുതൽ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഇപ്പം ബേസിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ വെറ്റ് മെത്തേഡാട്ടോ. വെറ്റ് മെത്തേഡായിട്ടുള്ള പൗഡർ, ഫെറോമാഗ്നറ്റിക് പൗഡറാണ് നമ്മളിപ്പം സർഫസുകളിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ളൊരു ഇൻസ്പെക്ഷൻ മെത്തേഡാണ്. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ എയറോസ്പേസ് കമ്പോണൻസിലും പിന്നെ ഓട്ടോമൊബൈൽ പാർട്സും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ടെസ്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്രാക്സ്, ഇന്റേണൽ ആയിട്ടുള്ള ക്രാക്സും പിന്നെ ഷ്രിങ്ക് ക്യാവിറ്റീസ്, അതായത് നമ്മുടെ ഷ്രിങ്കേജ് ക്യാവിറ്റീസ്, അതായത് നമ്മുടെ കാസ്റ്റിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇതിൽ ക്യാവിറ്റീസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാം. ഓട്ടിയേഴ്സ്, പിന്നെ സോൺസ് ഓഫ് കൊറോഷൻ, പിന്നെ നോൺ മെറ്റാലിക് ഇൻക്ലൂഷൻസ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ആദ്യം നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം നമുക്ക് കിട്ടുന്ന വർക്ക് പീസ് സ്പെസിമെന് ആദ്യം അതിൻ്റെ സർഫസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിനു ശേഷം അതിനെ മാഗ്നറ്റൈസ് ചെയ്യുക. മാഗ്നറ്റൈസ് ചെയ്തതിനു ശേഷം അതിൻ്റെ മണ്ടയ്ക്ക് ഫെറോ മാഗ്നറ്റിക് പൗഡർ അപ്ലൈ ചെയ്യുക. ആ ഫെറോ മാഗ്നറ്റിക് പൗഡർ ഏത് ഫോമിലാണ് അപ്ലൈ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് ഇതിന് മാറുന്നത് കേട്ടോ, ഡ്രൈയും വെറ്റും ആവുന്നത്. അപ്പോൾ പൗഡർ ഫോമിൽ ഉള്ള നമ്മൾ സാധനം അപ്ലൈ ചെയ്യുവാണെങ്കിൽ അത് ഫെറോ മാഗ്നറ്റിക് പൗഡർ, അത് ഡ്രൈ മെത്തേഡ് ആയിരിക്കും. അടുത്തത് ലിക്വിഡ് ഫോമിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ലിക്വിഡ് മെത്തേഡ് ആയിരിക്കും. ഓക്കെ, വെറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിനുശേഷം ഒബ്സർവേഷൻ നടത്തുന്നു, ഇൻസ്പെക്ഷൻ നടത്തുന്നു, എന്നിട്ട് ഇതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പം മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നമ്മുടെ സ്പെസിമെനുണ്ട്, സ്പെസിമെനിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അതിൻ്റെ ഇടയിൽ ക്രാക്കോ അല്ലെങ്കിൽ ഡിഫക്റ്റോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ആ ഒരു ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് കുറച്ച് ഓൾട്ടേർഡ് ആയിരിക്കും. അപ്പം അവിടെ നമ്മുടെ പാർട്ടിക്കിൾസ് വരുമ്പോഴത്തേക്കും അത് അവിടെ മാത്രമായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഓക്കെ, ഇത് ലാഞ്ചിറ്റ്യൂഡിനൽ മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ ആണ്. അതായത്
നിങ്ങളിത് കണ്ടില്ലേ, നമ്മുടെ സ്പെസിമെൻ കണ്ടോ, ഇത് നമ്മുടെ സ്പെസിമെൻ. ആ സ്പെസിമെൻ ആ ഒരു കോയിലിനകത്ത് വെച്ചേക്കുന്ന കണ്ടില്ലേ, അതായത് ഇലക്ട്രോമാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ലോഞ്ചിറ്റ്യൂഡിനലായിട്ട് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ക്രാക്ക് ഇങ്ങനത്തെ നമ്മുടെ ക്രാക്ക് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് സംഭവം. അടുത്ത് നെക്സ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേക്ക് സർക്കുലർ മെത്തേഡ് ഓഫ് മാഗ്നറ്റൈസേഷൻ. അപ്പം ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടില്ലേ, ഇങ്ങനെ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് പ്ലസ് ഇങ്ങനെ കൊടുത്ത് നെഗറ്റീവ് ഇങ്ങനെ കറങ്ങി ഒരു ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് ഇങ്ങനെ ആയിരിക്കും, സർക്കുലറിലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ വന്നിട്ട് നമ്മുടെ അയൺ പൗഡർ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഫെറോ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അവിടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക, അവിടെ നമ്മുടെ ക്രാക്ക് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ലൈനർ ഫ്ലക്സ് ടെസ്റ്റ്. സർഫസ് ക്രാക്സ് ക്യാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ്. അതായത് സർഫസിലുള്ള ക്രാക്സ് നമുക്ക് ഈസിലി ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. Then almost any shape and sized component can be tested for defects. ഏത് ഷേപ്പിലും സൈസിലുള്ള കമ്പോണൻസിന് നമുക്ക് ഡിഫെക്ട്സിനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പോർട്ടബിൾ ആണ്, ഈസി ടു ഹാൻഡിൽ ആണ്, വേറെ ഹാർംഫുൾ ആയിട്ടുള്ള റേഡിയേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ആകെ ഇലക്ട്രോമാഗ്നറ്റിക് വരുന്നു, അവിടെ നമ്മുടെ ആ കറണ്ടിൻ്റെ സീൻ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ചെറുതായിട്ടുള്ള ക്രാക്സ് പോലും നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം മാഗ്നറ്റിക് ഫ്ലക്സ് അവിടെ കട്ടാവുമല്ലോ, ചെറിയൊരു ക്രാക്ക് വന്നാൽ തന്നെ ഇവിടെ കട്ടാവും. ഇവിടെ കട്ടായി അവിടുത്തെ ഫീൽഡ് ഉണ്ടാവുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസപ്പെടും. ഓൾട്ടറേഡ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മുടെ പൊടി അയൺ പൗഡറോ എന്തെങ്കിലും നമ്മൾ ഇത് തുരി കൊടുക്കുമ്പോഴത്തേക്കും അവിടെ വന്നിട്ട് അത് ഒട്ടിപ്പിടിക്കും. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അവിടെ ക്രാക്ക് ഉണ്ട്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്, ഇത് വന്നിട്ട് ഈ ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ മാത്രമേ ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. ഫെറോ മാഗ്നറ്റിക് പിടികിട്ടിയില്ല നിങ്ങൾക്ക്, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇതേ കണക്കിന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് പാസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് ഫെറോ മാഗ്നറ്റിന് മെറ്റീരിയൽസിന് മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ദെൻ അടുത്ത് സർഫസ് പ്ലേറ്റിംഗ് ഓർ തിൻ പെയിൻറ് കോട്ടിംഗ് അഫക്റ്റ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ടെസ്റ്റ്. അതായത് സർഫസ് പ്ലേറ്റിങ്ങോ അല്ലെങ്കിൽ പെയിൻറ് കോട്ടിങ്ങോ ഒക്കെ ചെയ്തിട്ടുള്ള സർഫസിൽ ഈ ടെസ്റ്റ് വലിയ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ദെൻ അടുത്ത് വന്നിട്ട് ആഫ്റ്റർ ടെസ്റ്റിംഗ് ഡീമാഗ്നറ്റൈസേഷൻ ഈസ് എ മസ്റ്റ്. ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വർക്ക് പീസിന് അങ്ങനെ വെക്കാൻ പറ്റില്ല. ഡീമാഗ്നറ്റൈസേഷൻ ചെയ്തതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമേ അത് വെക്കാൻ പറ്റുള്ളൂ നമുക്കവിടെ. ഓക്കെ, ദെൻ അടുത്ത് ലോക്കൽ ഹീറ്റിംഗ് ആൻഡ് സ്പാർക്കിംഗ് ഈസ് പോസിബിൾ ഡ്യൂറിങ് ദ ടെസ്റ്റ്, ഹെൻസ് പ്രോപ്പർ കെയർ മസ്റ്റ് ബി ടേക്കൺ. ഓക്കെ, ഈ ഇലക്ട്രോമാഗ്നറ്റിക് അയനൈസേഷനൊക്കെ നടത്തുന്നത് കൊണ്ട് അവിടെ ചൂടാവാനും അല്ലെങ്കിൽ സ്പാർക്ക് ഉണ്ടാവാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല രീതിയിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ അടുത്ത് വന്നിട്ട് റേഡിയോഗ്രാഫി ടെസ്റ്റ്. അപ്പം ഈ റേഡിയോഗ്രാഫി ടെസ്റ്റാണ് ഈ നമ്മുടെ ഈ നോൺ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റിങ്ങിൽ വളരെ എന്താ പറയുക, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ളൊരു ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് എക്സ്റേസ് അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻസിന് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ എക്സ്റേ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങളിപ്പോൾ കയ്യോ കാലോ ചെറിയ എന്തെങ്കിലും ഫ്രാക്ചർ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സ്റേ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ. ഓക്കെ, അതേ ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. NDT മെത്തേഡ് ദാറ്റ് യൂട്ടിലൈസസ് എക്സ്റേസ് or gamma radiations to detect discontinuities of materials and to present their images on recording medium. ഓക്കെ, അതായത് എക്സ്റേസോ അല്ലെങ്കിൽ ഗാമ റേഡിയേഷൻസോ ഉപയോഗിച്ച് മെറ്റീരിയലിലുള്ള ഡിസ്കണ്ടിന്യൂറ്റീസ്, അതായത് ക്രാക്സോ ഫ്ലോസോ എന്തെങ്കിലും, അതിന് എന്താ പറയുക കണ്ടുപിടിച്ച് അതിനെ നമ്മൾ ഒരു ഇമേജിലേക്ക് റെക്കോർഡ് ചെയ്ത് ഒരു മീഡിയത്തിൽ സൂക്ഷിക്കുന്ന അതാണ് ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്ത് ദിസ് ഇൻക്ലൂഡ്സ് എക്സ്റേസ്, ഗാമ റേസ് ആൻഡ് റേഡിയോ ഐസോട്ടോപ്സ്. എക്സ്റേസ്, ഗാമ റേസ്, റേഡിയോ ടൈപ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പം ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ഇന്റേണൽ ക്രാക്സ് ഡിഫെക്ട്സ് ഇൻ മെറ്റീരിയൽസ് വിച്ച് ആർ മെയ്ഡ് ബൈ കാസ്റ്റിംഗ്, വെൽഡിംഗ്, ഫോർജിങ്. ഓക്കെ, ഈ മെത്തേഡ് ഇന്റേണൽ ആയിട്ടുള്ള ക്രാക്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വെൽഡിങ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഡിഫെക്ട്സ് ആണ് നമ്മളിതിനകത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ഒരു ടെക്നിക്ക്, ഈ റേഡിയോഗ്രാഫി ടെസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക്കാണ് കൂടുതലും നമ്മുടെ പൈപ്പിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ഉപയോഗിക്കുന്നത്. അതായത് ONGC ഫേംസിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ റേഡിയോഗ്രാഫി ടെസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അപ്പം അതിൽ നിന്ന് തന്നെ പിടികിട്ടുക എന്തുകൊണ്ടാണെന്ന്.
ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്രാക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഓക്കെ. പിന്നെ nowadays radiography techniques are finding more extensive applications in the field of physical metallurgy and in the treatment of various disease. അത് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പം നമ്മളെ ഈ റേഡിയോഗ്രാഫി ടെക്നിക്ക് വന്നിട്ട് ഒരുപാടടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഫിസിക്കൽ മെറ്റലർജി വരുന്നിടത്ത്, പിന്നെ നമ്മുടെ ഡിസീസസിൻ്റെ വേരിയസ് ട്രീറ്റ്മെൻറ്റിലൊക്കെ നമ്മൾ ഈ റേഡിയോഗ്രാഫി നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ റേസർ അബ്സോർബ്ഡ് ബൈ ദ മെറ്റീരിയൽസ് ത്രൂ വിച്ച് ദേ ആർ പാസ്ഡ് in the proportion of their density. The rays after passing through the components show a picture on a fluorescent screen or on a photographic plate. അതായത് നമ്മുടെ ഈ റേസ് ഉണ്ടല്ലോ, അത് ഒരു മെറ്റീരിയലിനകത്തൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചാണ് അത് അബ്സോർബ് ചെയ്യുക. ഇപ്പം ഹൈ ഡെൻസിറ്റി ഒക്കെ ആണെങ്കിൽ അബ്സോർബ് ചെയ്യുന്നതിൻ്റെ ഇതുകൊണ്ട് കുറവില്ല. കുറച്ച് ലോ ഡെൻസിറ്റി ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് ഇത് ഉള്ളിൽ കൂടെ പാസ് ചെയ്ത് തൊട്ട് പിറകിൽ വെച്ചേക്കുന്ന ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലോ ഇത് വന്ന് പതിക്കും. അപ്പോഴത്തേക്കും അതൊരു പിക്ചറായിട്ട് മാറും. നമ്മുടെ എക്സ്റേ എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പം നെഞ്ചിൻ്റെ എക്സ്റേ ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളെ പിടിച്ച് ഒരു എന്താ പറയുക, ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയതിനു ശേഷം നമ്മുടെ പിറകിൽ നിന്നാണ് നമ്മുടെ എക്സ്റേ അല്ലെങ്കിൽ ഗാമ റേനെ നമ്മൾ അടിക്കുന്നത്. അപ്പം അത് അടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിൽ കൂടെ ആ റേ വന്നിട്ട് ആ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂറസെൻ്റ് സ്ക്രീനിൽ ഇത് വന്ന് പതിക്കുമ്പോഴത്തേക്കും അതൊരു ഫോട്ടോയുടെ രൂപത്തിൽ അവിടെ കിട്ടും. അതിനെയാണ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നേഴ്സ് അതെടുക്കുന്ന ടെക്നീഷ്യൻ വന്നിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് നേപ്പിക്കാം. ഓക്കെ. ദെൻ അടുത്ത് ദ ക്രാക്സ്, ബ്ലോ ഹോൾസ് ആൻഡ് ക്യാവിറ്റീസ് appear lighter, whereas inclusions of impurities appear darker than the metal component. ഓക്കെ. ഇത് ക്രാക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലോ ഹോൾസ് ഉണ്ടെങ്കിൽ അവിടെ വളരെ ലൈറ്ററായിട്ടായിരിക്കും വരിക. അപ്പോൾ അവിടെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടും. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊരു എക്സ്റേ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിടികിട്ടും. മെറ്റൽ കമ്പോണൻസ് ഉണ്ടെങ്കിൽ അവിടെ ഡാർക്കറായിരിക്കും ആ ഒരു സ്ഥലത്ത്. അപ്പം നിങ്ങളതിനകത്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ മാംസം വരുന്ന ഭാഗമൊക്കെ വളരെ ലൈറ്റായിട്ടും ബോൺസ് വരുന്നിടത്ത് കുറച്ചുകൂടെ തിക്കനായിട്ടും ഒക്കെ കാണിക്കും. ഓക്കെ. അത് തന്നെയാണ്. ഡെവലപ്ഡ് photographic film show lighter and darker areas to represent the radiograph of defects in the component. ഈ നമ്മൾ എടുത്തതിന് ശേഷം, അതായത് ഈ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫിക് ഫിലിമിന്, ഈ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനെയാണ് റേഡിയോഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ റേഡിയോഗ്രാഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മുടെ അതിനകത്തുള്ള ഡിഫക്ട്സും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിളായിട്ടുള്ളൊരു റേഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഈ സാധനം കണ്ടില്ലേ, ഇതാണ് റേഡിയോഗ്രാഫ്. നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു സാധനത്തിനാണ് ഈ റേഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ സ്പെസിമെന്നെ വെച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, അതിനെ വെക്കുന്നത് ഒരു ഫിലിമിൻ്റെ, അതായത് ഒരു റേഡിയോഗ്രാഫിക് പ്ലേറ്റിൻ്റെയോ റേഡിയോഗ്രാഫിക് പ്ലേറ്റ് എന്ന് പറയാം, പ്ലേറ്റിൻ്റെ പുറത്തായിരിക്കും വെക്കുക. വെച്ചിട്ട് അതിൻ്റെ പിറകിൽ നിന്ന് എക്സ്റേസ് കൊടുക്കുക, അല്ലെങ്കിൽ ഗാമ റേസ് കൊടുക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും, അത് വന്നിട്ട് നമ്മുടെ സ്പെസിമെനിൽ തട്ടി അത് ഉള്ളിൽ കൂടെ പാസ്സായി നമ്മുടെ ഈ ഫിലിം അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിൽ വന്ന് തട്ടുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ക്രാക്കുള്ള സ്ഥലം അല്ലെങ്കിൽ ഓരോ, നേരത്തെ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള സ്ഥലം, ഓരോ ഇതിൽ കളറിൽ നമുക്ക് ഇവിടെ കിട്ടും. ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നൊക്കെ. ഓക്കെ. ഇതാണ് നമ്മുടെ സംഭവം. അതായത് നേരത്തെ പറഞ്ഞതിന് അതിന് ഒരു കുറച്ചുകൂടെ നല്ല വൃത്തിക്കുള്ളൊരു പടം, അതായത് നമ്മുടെ ഫിലിം അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്, അതിനകത്ത് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നു, ഒരു സോഴ്സ് ഓഫ് റേഡിയേഷൻ ഉണ്ട്, അവിടെ നിന്ന് ഗാമ റേസ് അല്ലെങ്കിൽ എക്സ്റേ ഉണ്ടാകുന്നു. നേരെ എന്താ പറയുക, നമ്മുടെ മെറ്റീരിയലിന് ഒബ്ജക്റ്റിനുള്ളിൽ കൂടെ താഴേക്ക് വരുന്നു. അപ്പം തിന്നറായിട്ടുള്ള പോർഷൻ ആകുമ്പോഴത്തേക്ക് അവിടെ ഏരിയ ഡാർക്കനാവും. ഓക്കെ. ഇവിടെ ഒരു ഹോളുണ്ട്, അപ്പോൾ അതും തിന്നായിട്ടുള്ളൊരു ഏരിയയാണ്, അപ്പോൾ അവിടെയും ഡാർക്കനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. എന്നിട്ട് ഈ ഒരു സാധനത്തിനാണ് റേഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു പിക്ചറിനെയാണ് റേഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് റേഡിയോഗ്രാഫി ചെയ്യുന്നൊരു സാധനം. നിങ്ങളിത് പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ഫിഗറൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോ. വേറെ ഒന്നുമില്ല, എങ്ങനെയാണ് ഒരു റേഡിയോഗ്രാഫി എങ്ങനെയാണ് അത് സംഭവം ചെയ്യുന്നതെന്ന് സംഗതി.
ഇനി അഡ്വാൻറ്റേജസ് ഓഫ് റേഡിയോഗ്രാഫി ടെസ്റ്റ്. X-ray radiography is highly sensitive, fast method of finding defects. X-ray radiography is suitable for various applications due to its adjustable energy levels. ഓക്കെ, അതായത് നമ്മുടെ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഈ എക്സ്റേ റേഡിയോഗ്രാഫി എന്ന് പറയുന്നത്. ഇത് വളരെ നമ്മൾ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഡിഫക്ട്സ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇത് വേരിയസ് ആയിട്ടുള്ള എനർജി ലെവൽസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇഷ്ടമാതിരി പല സ്ഥലത്തും നമുക്കിത് ആപ്ലിക്കബിൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഗാമ റേ റേഡിയോഗ്രാഫി ഈസ് ഹൈ പെനിട്രേറ്റിംഗ് പവർ, ഹെൻസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മോർ ഡെൻസർ ആൻഡ് തിക്കർ മെറ്റീരിയൽസ്. അതായത് ഇതിന് വളരെ ഹൈ ആയിട്ടുള്ള പെനിട്രേഷൻ പവർ ഉള്ളത് കൊണ്ട് ഇതിനെ ഭയങ്കര ഡെൻസറും തിക്കറുമായിട്ടുള്ള മെറ്റീരിയൽസിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്പർ ഓഫ് സാമ്പിൾസ് ക്യാൻ ബി ഇൻസ്പെക്റ്റഡ് അറ്റ് എ ടൈം ഓഫ് ഗാമ റേഡിയോഗ്രാഫി. അതായത് ഒരുപാട് സാമ്പിൾസ് നമുക്ക് ഒറ്റ ഗാമ റേഡിയേഷൻ ആ ഒരു ടൈമിൽ നമുക്കത് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് കേട്ടോ. അതായത് ഇത് നേരത്തെ പറഞ്ഞു തിക്കറായിട്ടുള്ള സാധനങ്ങളകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, തിന്നറായിട്ടുള്ള കമ്പോണൻസിനകത്ത് നമുക്കിത് അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ, എക്സ്റേ റേഡിയോഗ്രാഫി ക്യാൻ ബി അപ്ലൈഡ് ഫോർ തിന്നർ കമ്പോണൻസ് ഡ്യൂ ടു എക്സ്റേ റേഡിയോഗ്രാഫി ക്യാൻ ബി അപ്ലൈഡ് ഫോർ തിന്നർ കമ്പോണൻസ് ഡ്യൂ ടു ഇറ്റ്സ് ലെസ് പെനിട്രേറ്റിംഗ് പവർ. ഓക്കെ, then X-ray radiography allows only one component to be tested at a time. ഓക്കെ, അതായത് ഒരു കമ്പോണൻറ്റിന് ഒറ്റ പ്രാവശ്യം മാത്രമേ, അതായത് ഒരു കമ്പോണൻറ്റിന് ഒരിക്കൽ മാത്രമേ അത് വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ടൈമിൽ ഒറ്റ പ്രാവശ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് പിന്നെ അത് മാറ്റി കുറച്ച് പരിപാടി. പിന്നെ അടുത്ത് വന്നിട്ട് എക്സ്റേ റേഡിയോഗ്രാഫി എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഹൈ ഇനിഷ്യൽ കോസ്റ്റ് ഭയങ്കര ഭീകരമാണ്. പിന്നെ ഈ ഉണ്ടാകുന്ന എക്സ്റേയും ഗാമറേയും എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹാംഫുൾ ആയിട്ടുള്ള ഹസാഡിയസ് ആയിട്ടുള്ള റേഡിയേഷൻസ് ആണ്. അത് നമ്മുടെ ജീവജാലങ്ങൾക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാവും. ഓക്കെ, പിന്നെ വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഇതിനകത്ത് ആവശ്യമുണ്ട്. നിങ്ങളെ ഈ സംഭവം ഉണ്ടല്ലോ, ഈ റേഡിയോഗ്രാഫി ടെസ്റ്റ് പഠിപ്പിക്കുന്ന പല സെൻറ്ററുകളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എറണാകുളം സൈഡിൽ ഇഷ്ടംമാതിരിയുണ്ട്. അപ്പം ഈ നമ്മുടെ കൊച്ചിൻ മറൈൻ ഡ്രൈവിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവരവിടെ മിക്കവാറും നിങ്ങളെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകും. അപ്പം അവിടെ ഇത് ടെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത് കൂടുതലും ബംഗാളികൾ, അതായത് ഹിന്ദിക്കാരാണ്. അപ്പം അവന്മാർക്ക് ഇതിൻ്റെ സീരിയസ്നെസ് യാതൊരു പിടിയുമില്ല. അപ്പം ഇവന്മാരെന്ത് ചെയ്യുന്നറിയാം, ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ കിട്ടുന്ന ഫോട്ടോഗ്രാഫിക് പ്ലേറ്റില്ലേ റേഡിയോഗ്രാഫിനെ എടുത്ത് പോക്കറ്റിൽ ഒരുമാരിട്ടോണ്ട് നടക്കും, അറിയാൻ പാടില്ലാതെ. പിന്നെ ലാസ്റ്റ് വൺ എഡ്ഡി കറണ്ട് ടെസ്റ്റിങ്. അപ്പം എഡ്ഡി കറണ്ട് ടെസ്റ്റിങ്, ഈ എഡ്ഡി കറണ്ട് എന്ന് പറയുന്ന സാധനം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ആക്ച്വലി വളരെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് എഡ്ഡി കറണ്ട് എന്തുവാണെന്ന്. ഓക്കെ, വെൻ coil carrying alternating current is brought near metallic specimen, eddy current are developed in specimen due to electromagnetic induction. ഓക്കെ, എന്താണെന്ന് കാണിച്ചു തരാം ഫിഗറുണ്ട്. ഓക്കെ, നമ്മൾ ഒരു കോയിലിനകത്ത് കൂടെ നമ്മുടെ AC കറണ്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ആ കോയിലിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പം അതിൻ്റെ താഴെ നമ്മളൊരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മളൊരു കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ടയ്ക്ക് ഇത് നിങ്ങൾ കണ്ടോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ടോ. അതിന് താഴെ നമ്മൾ വരുമ്പോഴത്തേക്കും ആ ഒരു കണ്ടക്റ്റീവ് മെറ്റീരിയൽ നമ്മൾ താഴെ കൊണ്ടുവരുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാവും. അതിനെയാണ് ഒരു EMF അതിനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം വേറൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ പിടികിട്ടി കാണും. നമ്മുടെ വർക്ക് ചെയ്യാനുള്ള സ്പെസിമെൻ, ചെക്ക് ചെയ്യാനുള്ള സ്പെസിമെൻ നമ്മളുടെ താഴെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു കോയിലിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം താഴെ ഒരു എഡ്ഡി കറണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ ക്രാക്കോ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതിൻ്റെ ആ ഉണ്ടാകുന്ന എഡ്ഡി കറണ്ടിൻ്റെ ഭാഗത്തു നിന്ന് ഡീവിയേഷൻ ഉണ്ടാകും. ആ ഡീവിയേഷനെ നമ്മൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട്, എഡ്ഡി കറണ്ട് ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ ഈ സാധനം. Okay, magnitude of induced EMI depend on. ഓക്കെ, ഈ ഒരു പോയിന്റ്സ് മാത്രമേ ഇതിനകത്ത് പഠിച്ചു വയ്ക്കാം. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോയിങ് ഇൻ കോയിൽ. ഓക്കെ, ആ കോയിലിൽ കൂടെ കറങ്ങുന്ന മാഗ്നിറ്റ്യൂഡും ഫ്രീക്വൻസി ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് AC കറണ്ടിൻ്റെ ഇതാണ്, അതൊരു കാര്യമാണ്. EMF
അവിടെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം ഐന് മാഗ്നിറ്റ്യൂഡ് ഇതാകുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത് വന്നിട്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് സ്പെസിമെൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, മാഗ്നറ്റിക് പെർമിയബിലിറ്റി ഓഫ് സ്പെസിമെൻ്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി, അടുത്ത് ഷേപ്പ് ഓഫ് സ്പെസിമെൻ്റെ സ്പേസ്, അടുത്ത് റിലേറ്റീവ് പൊസിഷൻ ഓഫ് കോയിൽ ആൻഡ് സ്പെസിമെനും കോയിലും വെച്ചിരിക്കുന്ന റിലേറ്റീവ് പൊസിഷൻ. ഓക്കെ, അടുത്ത് മൈക്രോ സ്ട്രക്ചർ ആൻഡ് ഹാർഡ്നെസ് ഓഫ് സ്പെസിമെൻ. ഓക്കെ, അടുത്ത് അമൗണ്ട് ആൻഡ് ടൈപ്പ് ഓഫ് ഡിഫക്ട്സ് ഇൻ ദ സ്പെസിമെൻ. ഈ സാധനങ്ങളൊക്കെ കാരണം അവിടെ ഉണ്ടാകുന്ന ഇ എം ഐയുടെ ഇൻഡ്യൂസ്ഡ് ഇ എം ഐൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറി തുടങ്ങും. മാറി തുടങ്ങുന്ന ആ സാധനത്തിന്, ആ റീഡിങ്ങിനെയാണ് നമ്മൾ ആ ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ അവിടെ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് സംഭവം. നമ്മുടെ ഇതിനകത്ത് കോയിൽ സിസ്റ്റം, നമ്മുടെ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ താഴെ നമ്മുടെ ടെസ്റ്റ് സ്പെസിമെനിൽ എത്തുമ്പോഴത്തേക്ക് എഡി കറണ്ട് ആവുന്നത് ഇവിടെ ഡിഫക്റ്റ് ഉള്ള ഭാഗം കണ്ടോ. അപ്പോൾ അവിടുത്തെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറിയത് കണ്ടില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് ഈ എഡി കറണ്ട് സെൻസർ തന്നെ അത് സെൻസ് ചെയ്ത് നേരെ ഒരു നേരെ ഡിസ്പ്ലേയിലേക്ക് എത്തുന്നു. ആ ഡിസ്പ്ലേയിൽ നിന്ന് എഡി കറണ്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ നോട്ട് ചെയ്തിട്ട് ഡിഫക്റ്റ് ഉള്ള ഭാഗം കണ്ടുപിടിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സാധനം. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ്. ടെസ്റ്റ് ഈസ് ക്വിക്ക് ആൻഡ് ലെസ് ടൈം കൺസ്യൂമിങ്. വളരെ പെട്ടെന്നും വളരെ കുറച്ച് ടൈമൊക്കെ മതി ടെസ്റ്റ് ചെയ്യാനും ഇതൊക്കെ വേണ്ടിയിട്ട്. അടുത്ത് ടെസ്റ്റ് ക്യാൻ ബി ഓട്ടോമേറ്റഡ് ഈസിലി. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ പെർമനൻറ്റ് റെക്കോർഡ് ഓഫ് ടെസ്റ്റ് റിസൾട്ട്സ് ക്യാൻ ബി ഈസിലി അവൈലബിൾ. പെർമനൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട്സ് നമുക്ക് കിട്ടും അവിടെ നിന്ന്. പിന്നെ ടെസ്റ്റ് ഈസ് വേഴ്സറ്റൈൽ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ വേരിയസ് ആപ്ലിക്കേഷൻസ്. നമുക്ക് വളരെ എന്താ പറയുക വെർസറ്റൈലാണ്. പിന്നെ അത് വന്നിട്ട് നമുക്ക് വേരിയസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്റ്റാൻഡർഡൈസേഷനും കാലിബ്രേഷനും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. കാര്യം ചെറിയ മൈനറായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ ഇരുന്ന് കിട്ടുന്ന റിസൾട്ടിനെ അത് ബാധിക്കും. അപ്പോൾ തന്നെ അത് തെറ്റും. ഓക്കെ, അതായത് ആ സെൻസസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ടൈം ടു ടൈമിൽ അത് കാലിബ്രേറ്റ് ഒക്കെ ചെയ്ത് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സും പിന്നെ ഡിസ്പ്ലേ യൂണിറ്റ്സും ഒക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. പിന്നെ ഇതിന് ഷേപ്പും സൈസും ഒക്കെ ഉണ്ട്. അതായത് കമ്പോണൻസ് ലിമിറ്റഡ് ഷേപ്പിലും സൈസിലുള്ള കമ്പോണൻസിന് മാത്രമേ നമുക്ക് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.